ഇത് ഇന്നലെ നമ്മൾ കടയിൽ ഉച്ചയൂണ് സൈഡായിട്ട് കൊടുത്ത ഇഞ്ചിക്കറി ഉണ്ട്. പല നാട്ടിലും പല രീതിയിലൊക്കെ ഇവരാണ് ഇഞ്ചിക്കറിയെന്നോ ഇഞ്ചിച്ചാറെന്നൊക്കെ പറയും. അപ്പം ഉണ്ടാക്കണതും പല രീതിയിലാണ്. ഇത് എൻ്റെ ഉമ്മാൻ്റെ റെസിപ്പി വേണ്ട. പണ്ട് അതായത് ചെറുപ്പത്തിലൊക്കെ ഇല്ലേ പെരുന്നാൾക്ക് മാത്രം കണ്ടുവരുന്ന വിഭവമാണ് ഇഞ്ചിക്കറി. ഈ ഉമ്മ ഉണ്ടാക്കണതേ അങ്ങനെ പഠിച്ചെടുത്ത സാധനമാണ്. പിന്നെ ഞാനെപ്പോൾ ഉണ്ടാക്കൂടെ എനിക്ക് തോന്നണ വിധത്തിൽ. ഞാനപ്പോൾ എന്തെന്ന് പച്ചക്കറിക്കാരനോട് 1 കിലോ ഇഞ്ചി ഓർഡർ ചെയ്തിട്ട് അവനത് എടുക്കാൻ മറന്നുപോയി. പിന്നെ എൻ്റെ മനസ്സിൽ ഇഞ്ചിക്കറി വെക്കണമെന്ന് തോന്നിയതല്ലേ. പിന്നെ അവിടെ കിടന്ന ഇഞ്ചിയിൽ മാത്രമായിട്ടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കണത് കേട്ടാ. ഏകദേശം 1/4 കിലോ ഇഞ്ചിയോളം ഉണ്ടായിരുന്നു തോന്നുന്നു. ഇഞ്ചി കണ്ടം കൊണ്ട് മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ടിട്ട് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ആ ഒരു നീര് വേറെ പാത്രത്തിൽ പിഴിഞ്ഞ് വെച്ച്, എന്നിട്ട് ആ ക്രഷ് ചെയ്തതിലേക്ക് ഒരു തേങ്ങ ഇട്ട് എടുത്തേക്കണം. അതും കൂടി ഇട്ട് ചീനച്ചട്ടിലിട്ടൊന്ന് വറുത്തെടുക്കേണ്ടത്. നമ്മൾ ഈ ഒരു സമയത്ത് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണ്ടാവും. ഇതേപോലെ വറുത്ത് വരുമ്പോഴാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം അധികം വെളിച്ചെണ്ണ ആവശ്യം വരൂലേ. അല്ലെ പിന്നെ കുറേ വെളിച്ചെണ്ണ ഒഴിക്കുക എന്തോ മുതലിക്കൂലി ഈ പരിപാടി. പിന്നെ ഇതേ ഒന്നും കൂടി ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ പരുവമായപ്പോൾ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഒരു 1-1.5 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. പിന്നെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ടാൽ കേട്ടോ. പിന്നെ മഞ്ഞപ്പൊടിയും കൂടി ഇടണം. എന്നിട്ട് ഒന്നും കൂടി മൂപ്പിച്ചെടുക്കണം. മൂത്ത് വന്നപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ആ ചൂടോടുകൂടി ആരും അരച്ചെടുക്കരുത് കേട്ടോ. നീര് ചൂടോടുകൂടി അരക്കണം. അതും വെള്ളം തൊടാനും പാടില്ല. ചീനച്ചട്ടി ഒന്നും ഞാൻ കഴുകാൻ നിന്നില്ല. കാരണം ഇച്ചിരി ഇഞ്ചിക്കറി വെക്കാൻ 2 പ്രാവശ്യം കഴുകേണ്ട ആവശ്യമില്ലല്ലോ. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പച്ചമുളക് വട്ടത്തിലരിഞ്ഞും കുറച്ച് കറിവേപ്പില വറ്റൽമുളകിട്ട് വരട്ടി, എന്നിട്ട് ദേ നമ്മൾ അരച്ച് വെച്ചേക്കണ ഈ ഒരു മിക്സും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും. അപ്പോഴാണ് ഞാൻ ഓർത്ത് അയ്യോ ഇഞ്ചിയുടെ നീര് അടിയൂറാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആ തെളി നീര് മാത്രം ഒഴിച്ചു കൊടുത്ത് അടിയിലത്തെ കാരം മരണം കേട്ടോ. അല്ലെങ്കിൽ ഇഞ്ചിക്കറി പൊള്ളിപ്പിടിക്കുക. അതുകൊണ്ടിട്ടാണ്. പിന്നെ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് നോക്കുമ്പോൾ ഇച്ചിരി ഉപ്പ് കുറവാണ് കേട്ടോ. പിന്നെ ഇതിൽ ശർക്കരയാണ് ഇടേണ്ടത്. പിന്നെ നമ്മുടെ കയ്യിൽ ശർക്കര ഇല്ല. ഇനി ശർക്കരക്ക് വേണ്ടിയിട്ട് കടയിൽ കൊടണ്ടാലോന്നൊത്ത് ഇച്ചിരി പഞ്ചസാര ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ നിങ്ങൾ വീട്ടിലുണ്ടാക്കണേ ശർക്കര ഇട്ട് ഉണ്ടാക്കിക്കോട്ടാ. വീഡിയോ ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.